ഇറാനിലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറഞ്ഞു വരുത്തുന്നു. ഇത് നോക്കിക്കോ, ഇത് ഇറാനിലൊരു ഡ്രൈവിംഗ് സ്കൂളാണ്. അത് നടത്തുന്ന 2 ലേഡീസാണ്. ലേഡീസ് നടത്തുന്ന ഡ്രൈവിംഗ് സ്കൂളാണ് നമ്മുടെ മുമ്പിലുള്ള കാർ ഡ്രൈവിംഗ്. ഇവിടെ ഇറാൻ നിങ്ങൾ എവിടെ നോക്കിയാലും അത് ഏറ്റവും കൂടുതൽ ഡ്രൈവ് ചെയ്യുന്നത് പെണ്ണുങ്ങൾ. അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾക്ക് ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു നാടാണെങ്കിൽ ഇവിടെ എങ്ങനെയാണ് ഡ്രൈവിംഗ് സ്കൂൾ വരിക? ഇവിടെ എങ്ങനെയാണ് പെണ്ണുങ്ങൾക്ക് ലൈസൻസ് കൊടുക്കുക? വെറുതെ ഇല്ലാത്ത ഓരോന്ന് പറഞ്ഞു വരുത്തിയിട്ട് ഇറാന് അങ്ങ് ചവിട്ടി താത്തേണ്ട പ്ലാനാണ്. ഇറാനില് സ്ത്രീകൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റൂല, ഇറാനിൽ സ്ത്രീകൾ പുറത്തിറങ്ങാൻ പറ്റൂല, സ്ത്രീകൾ ഹിജാബ് ഇടാണ്ട് പുറത്തിറങ്ങില്ല, എന്താ ആർമി വെടിവെച്ച് കൊല്ലും, ഇല്ലാത്തയാണ് കേട്ടോ അതെല്ലാം. നോക്കിക്കോ നിങ്ങള്, ഇത് ഒരു ലേഡീസാണ്. എന്തെല്ലാം മനുഷ്യന്മാരല്ലേ, എന്തെങ്കിലും അങ്ങ് പറയലാണ്. ഇവിടെ ഇറാനിൽ ഹിജാബ് ഇല്ലാണ്ട് എത്ര പെണ്ണുങ്ങൾ നടക്കുന്നുണ്ടെന്ന് അറിയാം. നമ്മൾ തെഹ്റാനിൽ പോയ വീഡിയോകൾ കണ്ടാൽ മനസ്സിലാവും. അതിൽ കുറെ ആൾക്കാർ ഹിജാബ് ഇട്ടിട്ടില്ല, പർദ്ദ ഇടുന്നില്ല, അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കുക. അങ്ങനെ ഇറാൻ അങ്ങനെ പെണ്ണുങ്ങളെ പിടിച്ച് കുഴിച്ചും വിടുന്ന രാജ്യമൊന്നുമല്ല കേട്ടോ. നിങ്ങൾ എന്തീ പറയുന്നത്? അതുപോലെ ഇറാന് ലേഡീസിന്റെ തന്നെ വുമൻസിന്റെ കുറെ അത്ലറ്റ്സ് ഗ്രൂപ്പ് ഉണ്ട്. അവർക്ക് ഗെയിംസിൽ അവരുണ്ട്, വോളിബോൾ ഉണ്ട്, അങ്ങനെ എല്ലാ മേഖലയിലും ഇറാനിൽ പെണ്ണുങ്ങളുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇറാൻ അങ്ങനെ പെണ്ണുങ്ങളെ അടിച്ചമർത്തി വാഴുന്ന രാജ്യമൊന്നുമല്ല. അപ്പോൾ ഇറാൻ എന്താന്ന് അറിയണമെങ്കിൽ ഇറാനിൽ വന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അല്ലാണ്ട് വെറുതെയും ഇന്ത്യൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് അവനവരെ വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഈ ഇന്റർനെറ്റ് ഫോണിൽ മാത്രം കാണുന്ന ഒരു സാധനത്തിനെ കുറിച്ച് ഇറാനെ നിങ്ങൾ വിലയിരുത്താൻ പാടില്ല കേട്ടോ. യാത്ര ചെയ്യുക, എന്നാൽ ഇതെല്ലാം മനസ്സിലാവും.